ഇതൊക്കെ ഇട്ടപ്പോൾ എനിക്ക് എൻ്റെ കല്യാണമാണ് ഓർമ്മ വന്നത് ഗൈസ്. സത്യമായിട്ടും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എൻ്റെ അമ്മേനെ ഇതിനെ കണ്ടിട്ട് ആകെ അന്ത് വിട്ട് നിൽക്കുകയാണ് കേട്ടോ. നാട്ടിലൊക്കെ അല്ലേ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു സാരി ബുട്ടിക്കൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതാ ഇവിടെയൊക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് അറിയാം. വെറും 400 രൂപ മുതലാണ് കേട്ടോ സാരീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളവിടെ ഈ 15,000 20,000 ഒക്കെ കൊടുത്ത് വാങ്ങുന്ന സാധനമാണ് ഇവിടെ 1500 കിട്ടുന്നത്. അത്രയും അന്തം വിട്ടിരിക്കണത്. 65 രൂപ ഉള്ളൂ ഗൈസ്. നമ്മളെ നാട്ടിലൊക്കെ വെസ്റ്റേൺ വെയർസ് എന്ന് പറഞ്ഞാൽ ചാവും ഗൈസ്. ആ ഒരു വെസ്റ്റേൺ വെയർസിനൊക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യണത് വെറും 65 രൂപക്കാണ് കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഏതാ ഒരുങ്ങി റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അടുത്ത പ്ലാൻ? അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ റീൽസ് ഒക്കെ ഉണ്ടല്ലോ, മറ്റേ സൂറത്തിലുള്ള ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അന്വേഷിച്ചിറങ്ങിയപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ കണ്ടപ്പോൾ എന്താ പറയുക ഫാഷൻ്റെ മുന്നിലാണ് നമ്മളുള്ളത് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ വന്ന് നോക്കിയതാണ്. എങ്ങനെയുണ്ട് അവിടെ കളക്ഷൻ ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്താ നമുക്ക് അറിയില്ല. വീഡിയോയിൽ കാണാം ഒരുപാട് റേറ്റ് കുറഞ്ഞതുണ്ടെന്നൊക്കെ അവിടെ അങ്ങനെ കേൾക്കാം നമുക്ക്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അജ്മീറ ഫാഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി എന്താണ് ആദ്യ വിസിറ്റ് നമ്മൾ അജ്മീറ ഫാഷൻ ആണ്. അപ്പൊ ഏതായാലും നമുക്ക് പോയി വെക്കാം, അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാട്ടിത്തരല്ലേ. അപ്പൊ എന്തായാലും വാച്ച് ചെയ്ത വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ആവും. ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കണവരാണെങ്കിൽ ഫുള്ളായിട്ട് ഇരുന്ന വീഡിയോ കണ്ടോളൂ, നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്പ് ആവും ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് അജ്മീറ ഫാഷന്റെ മുന്നിലായിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. അപ്പൊ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ കസ്റ്റമേഴ്സിനൊക്കെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു വെയിറ്റിംഗ് ഏരിയ അവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നീതു, നമ്മുടെ മലയാളി ഗൈഡ് എന്ന് ഞാൻ പറയാൻ കാരണം ഇവിടുത്തെ സ്റ്റാഫാണ് ആള്. അപ്പം നീതു ആണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഇവിടുത്തെ അജ്മീറ ഫാഷനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് കൊണ്ടുപോകുന്ന ആള് സാരീസിന്റെ ഒരു ലോകത്തൊക്കെയാണ് കേട്ടോ. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? അപ്പോൾ ഇത് നമ്മുടെ സാരീസിന്റെ ഫസ്റ്റ് സെക്ഷൻ. ഇവിടെ പ്രിന്റർ സാരീസ് ആണ്. സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നിട്ട് 99 രൂപ അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു സെറ്റ് വൈസ് ആണ്. നമുക്ക് ഇതിൽ ഇത്രയും പീസ് ഉണ്ട്. ഈ ഒരു സെറ്റിൽ ഇത്രയും പീസസ് സെറ്റ് ഒറ്റ ഇതിലായിട്ട് എടുക്കാം. ഡിഫറെന്റ് കളേഴ്സ്. ഇത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസിലാണ്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ക്വാളിറ്റി ഉള്ളത് ഇതുപോലെ സെറ്റ് വൈസ് ആയിട്ടുള്ളത് ഫാബ്രിക്സ് ഒരുപാടുണ്ട്. ഷിഫോൺ, അതുപോലെ തന്നെ ജോർജറ്റ്, രംഗോലി, മോഷിഫോൺ, അങ്ങനെ കുറെ ഫാബ്രിക്സിലുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സാരി സെക്ഷൻ വന്നിട്ട് ഡൈഡ് വർക്ക് സാരീസ് ആണ് കേട്ടോ. 150 രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പൊ കസ്റ്റമേഴ്സിന് കാണാൻ വേണ്ടി ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ്. ഈ കാണുന്നതിനൊക്കെ 150 രൂപയിൽ സ്റ്റാർട്ടിങ്. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ഈ ബോക്സ് കാണാനായിട്ട് അല്ലേ? ഇത് ഇവിടുത്തെ വെഡിങ് കളക്ഷനാ. നല്ല വർക്ക്, ഹെവി വർക്ക്. ഇങ്ങനെയല്ല, ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ അടുത്ത സെക്ഷനിലാണ്. ഓക്കെ, ഇത് ഇവിടുത്തെ ഈ നാട്ടിലത്തെ വെഡിങ് കളക്ഷൻ ആണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വെഡിങ് സാരിയാണിത്. നല്ല വർക്ക്, ഹെവി വർക്ക് വരുന്നുണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ? നല്ല എന്നൊരു തുള്ളി പോലും ഗ്യാപ്പില്ല. അതിൽ വർക്ക് വരുന്ന ഒരു സാരി കേട്ടോ. നല്ല ഭംഗിയുണ്ട് എന്നാലും കാണാനായിട്ട്. ബോക്സ് തന്നെ അടിപൊളി. ഇതാ ഈ ബോക്സ് ഞാൻ കാണിച്ചത് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള വെവ്വേറെ ബോക്സുകളും ഇവിടെ ഉണ്ട്. ഇതൊക്കെ സാരി കളക്ഷൻസ് ആണ് കേട്ടോ. ഈ ഒരു ഫുള്ളും സാരീസ് ആണ്. ഇത് നമ്മുടെ ഡിസൈനർ സാരിയാണ്. ഡിസൈനർ സാരി നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് 600 രൂപയിലാണ്. ഇതുപോലത്തെ വർക്കിൽ വരുന്ന സാരി. ഈ കാണുന്നതിനൊക്കെ 600 രൂപ സ്റ്റാർട്ടിങ് അല്ലേ? സ്റ്റാർട്ടിങ് പ്രൈസ് കേട്ടോ 600 രൂപ. നല്ല ഭംഗിയുള്ള ഡിസൈനും നല്ല വർക്കിലൊക്കെ വരുന്ന സാരീസ് ആണല്ലേ? പാർട്ടി വെയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എന്തൊരു വിലയൊക്കെയാണെന്ന് അറിയുമ്പോൾ ഇമാരുടെ സാരിക്കൊക്കെ ഒരു 600 രൂപക്കാണ്. ഇതൊക്കെ 600 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെയൊക്കെയാണെങ്കിൽ നല്ല വർക്കിലൊക്കെ വരുന്ന നല്ല ഹാൻഡ് വർക്കിലുണ്ട്, അതുപോലെ തന്നെ സ്റ്റോൺ വർക്ക്, ജെറി വർക്ക്, എല്ലാ ടൈപ്പ് വർക്കിലുള്ളതുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഗൈസ്. ഈ കാണുന്ന കോട്ടന്റെ സാരിക്കൊക്കെ അല്ലേ 102 രൂപ മുതലുണ്ടോ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. നല്ല കളേഴ്സിലും നല്ല പ്രിന്റിലൊക്കെ വരുന്നുണ്ട്. നല്ല ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയാ, എണ്ണയാലൊന്നും പോരൂല. ഇങ്ങോട്ടൊക്കെ ബാബു ഇത് മൊത്തം അങ്ങനത്തെ ഓരോരോ മോഡൽസ് ആണ്. നല്ല ഭംഗിയുണ്ട്. പ്യുവർ കോട്ടണിൽ വരുന്നതെന്നാണ് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഈ ടീച്ചേഴ്സ് ഇങ്ങനത്തെ ടൈപ്പ് തന്നെ ഇടുന്നവരുണ്ടല്ലോ, വർക്കിംഗ് വുമൻസ് ഒക്കെ വെയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സാരീസ് ആണ്. കുറച്ച് വെറൈറ്റി വേണം. നമുക്ക് അടുത്ത സെക്ഷനിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട്. എന്നാ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടോക്കട്ടെന്നാ.
എടാ ഈ കാണുന്ന സിൽക്ക് സാരിക്കൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് കൗണ്ടർ റേറ്റ് വരുന്നത് 800 രൂപയിലാണ്. 800 രൂപ. പിന്നെ നമുക്ക് പട്ടുസാരിയിലെ വെറൈറ്റീസ് ഉണ്ട്. കാഞ്ചീപുരം, ധർമാപുരം പട്ടുസാരി, പിന്നെ സോഫ്റ്റ് സിൽക്ക്, അങ്ങനെ ഒരു ജോർജറ്റ്, അങ്ങനെയുള്ള പല വെറൈറ്റീസ് അവൈലബിൾ. ഇത് ജോർജറ്റിൽ വരുന്ന ജോർജറ്റ് നമുക്ക് ഞാൻ നല്ല സുഖമാണ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഈ സാരി നല്ല സുഖമാണ് വെയർ ചെയ്യാനായിട്ട് എന്നൊക്കെ ഉള്ള നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല ഭംഗിയാണ്, നല്ല സിൽക്കിയാണ്, ഫ്ലീറ്റ് ഒക്കെ എടുക്കാം. ഒതുങ്ങി കിടക്കും കൊടുത്താല് നല്ല ഭംഗി എന്തായാലും കാണാൻ ഗൈസ്. സാരീസിൽ തന്നെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അത് വരുന്നത് ഏതാ മെറ്റീരിയൽ ഏതാന്ന് പറയുന്നത്? ജോർജറ്റ് അല്ലേ. നാട്ടിലൊക്കെ അല്ലേ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു സാരി ബുട്ടിക്കൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതാ ഇവിടെയൊക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് അറിയാം. വെറും 400 രൂപ മുതലാണ് കേട്ടോ സാരീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊക്കെ സത്യമാണെന്നുള്ള കാര്യം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? സാരീസൊക്കെ 400 രൂപക്കാണല്ലോ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നുണ്ടല്ലോ. 400 രൂപയിലാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഒരു ബുട്ടിക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മൊഡാ സിൽക്സ്, അതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ വർക്കിംഗ് വുമൻസിന് പറ്റിയ ലൈറ്റ് ഷെയ്ഡിൽ പേസ്റ്റൽ കളേഴ്സ്, പക്ഷേ കോട്ടൺ സിൽക്ക്, ലിനൻ കോട്ടൺ, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ആ മോഡൽസ് ഒക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം നമുക്ക് അല്ലേ? മൊഡാ സിൽക്കിന് ജസ്റ്റ് സാമ്പിൾസ് കാണാം കേട്ടോ. ഇതിലൊക്കെ നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ്. ജസ്റ്റ് നമുക്ക് കസ്റ്റമേഴ്സിനെ കാണാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. മൊഡാ സിൽക്സ് ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. നല്ല കുഴഞ്ഞ മെറ്റീരിയലാണ്. ഞാനിത് ആദ്യമായിട്ട് കൈകൊണ്ട് തൊടണം, അതുകൊണ്ട് തോന്നുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ കളർ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഈ ഒരു മോഡലുള്ളൂ. നമുക്കിതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതിപ്പോൾ കോട്ടൺ സിൽക്ക് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, വർക്കിംഗ് വുമൻസിനൊക്കെ പറ്റി. പിന്നെ ലിനൻ കോട്ടൺ വെറൈറ്റി നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട്. പ്യുവർ കോട്ടണിൽ, പിന്നെ ഖാദി കോട്ടൺ, ഒത്തിരി വെറൈറ്റീസ്. കോട്ടണിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. എനിക്ക് അധികം അറിയില്ലാത്തതുകൊണ്ടേ ത്രെഡ് വർക്കിലാണ് കൊടുക്കുന്നത്, ഫിഗർ ഡിസൈൻ. പോരെ? അപ്പൊ ഗൈസ് നമ്മൾ വെസ്റ്റേൺ ഒരു സെക്ഷനിലാണ് ഈ നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് വെസ്റ്റേൺ വെയേഴ്സ് ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്? 65 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്. 65 രൂപ ഉള്ളൂ ഗൈസ്. നമ്മുടെ നാട്ടിലൊക്കെ വെസ്റ്റേൺ വെയേഴ്സ് എന്ന് പറഞ്ഞാൽ ചാവും ഗൈസ്. ആ ഒരു വെസ്റ്റേൺ വെയേഴ്സിനൊക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യണത് വെറും 65 രൂപക്കാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ നല്ല മോഡലിൽ കളിക്കുന്ന സാധനങ്ങളാണ്. നല്ല ഭംഗിയുള്ള കളക്ഷൻസും ആണ് കേട്ടോ ഇതൊക്കെ. വെസ്റ്റേൺ വെയർ മാത്രമല്ല, ജീൻസ്, ഷർട്ട്, ടോപ്പ്, ഷോർട്ട്, കുർത്തി, അങ്ങനെ ഒത്തിരി കളക്ഷൻസ് അവൈലബിൾ ആണ്. കണ്ടല്ലോ, വെസ്റ്റേണിൽ എന്താ വേണ്ട അത് ഇവിടെ ഉണ്ട്. എല്ലാ മോഡൽ കളക്ഷൻസും ഉണ്ട്. ടൈപ്പ് മോഡേൺ ആണ് ഇവിടെ അതിന്റെ അവൈലബിൾ. കുറച്ച് വെറൈറ്റി, കുറച്ച് ഓവറായിട്ട് മോഡൽ ആവണമെങ്കിൽ ആള് പറഞ്ഞപ്പോൾ നന്നായിട്ടൊന്ന് ഓവർ ആണെന്നുണ്ടെങ്കിലും അതിന്റെ പറ്റിയ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് ജീൻസിന്റെ കൂടെ ഒക്കെ വരാൻ പറ്റിയ നല്ല നല്ല ക്രോപ്പ് ടോപ്പുകളാണ് ഈ കാണുന്നതൊക്കെ. അതാ ഇതൊക്കെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ഇതാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അല്ലേ. അപ്പോൾ ഗൈസ് ഞാൻ ഈ സൈഡിൽ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഡീലിങ് നടന്നുകൊണ്ട് നിൽക്കാണ്. ഇങ്ങനെ കൊടുക്കും. ഇതാ ഈ കാണുന്ന ലെഹങ്കക്ക് ഉണ്ടല്ലോ വെറും 650 രൂപ വരുന്നുള്ളൂ കേട്ടോ. വിശ്വസിക്കാരെങ്കിലും അടിപൊളിയായിട്ടില്ല കാണാനായിട്ട്. ഇതിൽ തന്നെ ഒരുപാട് നല്ല കളക്ഷൻസ് വേറെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒത്തിരി കളർ ഓപ്ഷൻസ് അവൈലബിൾ. അപ്പോൾ ഇതാ ഈ കാണുന്നതിന് നമ്മുടെ നാട്ടിലെ പോലെ ഈ ഒരു റേറ്റിന് കിട്ടൂല. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ക്ലോത്തിങ് ഇതുപോലത്തെ റെൻ്റൽ ഷോപ്പൊക്കെ തുടങ്ങുന്നവർക്കാണെങ്കിൽ എന്തായാലും നല്ല ഹെൽപ്പ് ആയിരിക്കാം. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതേമാതിരി കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ നോക്കി നോക്കാം എന്തായാലും. ഇതൊക്കെ ആ ഒരു റേറ്റ് കാറ്റഗറി പെടുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടോ, ഒക്കെ സ്റ്റോൺ വർക്കാണ് അല്ലേ? സ്റ്റോൺ വർക്കാണ് ഈ കാണണമൊക്കെ. നല്ല ഭംഗിയുണ്ട്. ഇനിയും ഇതിൽ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഈ ഒരു ഇതിൽ പെട്ടതാണ്. ഇതിങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. വേറൊക്കെ നല്ല നല്ല ഇത് അവിടെ ഉണ്ട്. ഇപ്പൊ നമ്മള് സാമ്പിള് കണ്ടില്ലേ, അതിന്റെ സെറ്റാണ് ഈ വരുന്നത്. ഇപ്പൊ സാമ്പിൾ ഉണ്ട്, ഇതിന്റെ സെറ്റാണ് ഈ കാണുന്നത്. ഇപ്പൊ 4 പീസിന് ഇത്രയും കളേഴ്സ് വരും. നല്ല നല്ല ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ 4 സെറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ 4 സെറ്റ് ആയിട്ട് എടുക്കാം. ഗൈസ് എങ്ങനെയുണ്ട്? എനിക്ക് നല്ല ഭംഗിയില് കാണാനായിട്ട്. ഇതുപോലെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഗൈസിൻ്റെ. ഇതൊക്കെ ഇട്ടപ്പോൾ എനിക്ക് എൻ്റെ കല്യാണമാണ് ഓർമ്മ വന്നത് ഗൈസ്. സത്യമായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എൻ്റെ അമ്മേനെ ഇതിനെ കണ്ടിട്ട് ആകെ അന്ത് വിട്ട് നിൽക്കാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ ബാബു? ഇല്ലേ ഇതൊക്കെ സൂപ്പർ സാധനം. ഇതിന്റെ ഒരുപാട് നല്ല കളറും പല കുറെ പാറ്റേൺസും ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ കളക്ഷൻസ് ആണ് കേട്ടോ. കണ്ടാ
നല്ല ലെഹങ്കയിലൊക്കെ പല 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 മോഡൽ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. എടാ ഇതൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നല്ലേ? എങ്ങനെയാ റേറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ? ഇതിന്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന 1300 രൂപയിലാണ്. ഓക്കെ, ഈ ഒരു സെക്ഷൻ അല്ലേ? ഈ ഒരു സെക്ഷൻ ബ്രൈഡൽ ലെഹങ്കാസ് ഒക്കെ നല്ല ഹെവി വർക്കാണല്ലോ വരുന്നതൊക്കെ. അപ്പോൾ ഈ കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ എത്ര രൂപ വന്നിട്ട് സ്റ്റാർട്ട്? ഇപ്പൊ ഇവിടെ നമ്മുടെ കിഡ്സ് വെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 26 രൂപയിലാണ്. 26 രൂപ നമ്മുടെ ന്യൂ ബോൺ ബേബീസിന്റെ കിറ്റ് തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. 14 വയസ്സുള്ള ബോയ്സിന്റെ ഗേൾസിന്റെ അവൈലബിൾ. ഈ കിറ്റിന് എത്ര? 26 രൂപയിലാണ്. ഈ ഒരു കിറ്റിന് വെറും 26 രൂപ വരുന്നുള്ളൂ. സത്യം പറയാം, അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോ നാട്ടിലിപ്പോ എത്ര രൂപ വരാന്നിപ്പോ ഇത് കാണുന്നവർക്ക് അറിയാം. ഞാൻ തന്നെ ഒരു ദിവസം ഷോപ്പിൽ പോയിങ്ങാണ്ട് ചോദിച്ചത് അത്യാവശ്യം നല്ല റേറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ വാങ്ങാൻ വന്നിട്ട് വെറും 26 രൂപ അല്ലേ? വെറും 26 രൂപ സ്റ്റാർട്ടിങ് റേറ്റ് ഡ്രസ്സിനൊക്കെ കിഡ്സിന്റെ. എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾ? ഇവിടെ നമുക്ക് 14 വയസ്സുള്ള ബോയ്സിന്റെ ഗേൾസിന്റെ അവൈലബിൾ. അത് പാർട്ടി വെയർ, ഫോർമല്, സിമ്പിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാം. നമ്മൾ പോകാൻ പോണത് നമുക്കൊക്കെ പ്രിയപ്പെട്ട, നമ്മൾ ലേഡീസിനൊക്കെ പ്രിയപ്പെട്ട ഒരു സെക്ഷൻക്കാണ്. കുർത്തീസിന്റെ ഒരു ലോകത്ത് കാണട്ടോ. എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ വരുന്നത്? ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് 78 രൂപയാണ്. 78 രൂപ. 78 രൂപ കേട്ടോ. ഇതൊക്കെ കസ്റ്റമേഴ്സിനെ കാണാൻ വേണ്ടി നമ്മൾ ചെറിയ സാമ്പിൾ കളക്ഷൻസ് ആണല്ലോ ഈ വെച്ചിരുന്നത്. ഇതൊന്നല്ല കളക്ഷന് ഒക്കെ ഇവിടെ പാക്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ. നിങ്ങൾ വന്നുങ്ങാണ്ട് നോക്കിങ്ങാണ്ട് നിങ്ങൾക്ക് വേണ്ട എന്താ വെച്ചാൽ അങ്ങനെ എടുക്കാം. പിന്നെ നമുക്കിവിടെ സിംഗിൾ കുർത്തി, 2 പീസ്, 3 പീസ് അങ്ങനെയാണ് വരുന്നത്. സൽവാറിന്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ എത്ര എമൗണ്ടിൽ അല്ലെങ്കിൽ ഇപ്പൊ എത്ര ഒരു എമൗണ്ടിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? അജ്മീറ ഫാഷൻ ഒപ്പാണെങ്കിൽ നമുക്ക് 25,000 രൂപയ്ക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാല്ലേ? 25,000 രൂപയ്ക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു എന്താ പറയാ കുർത്തി അല്ലെങ്കിൽ സൽവാറിന്റെ ഒക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും 25,000 രൂപ ഉണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ക്ലോത്തിങ് ബിസിനസ്. കുർത്തീസിന്റെ ബിസിനസ് കേട്ടോ. എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ആകെ ടെൻഷൻ വെച്ചിട്ടുണ്ട്. സാധാരണ പ്രശ്നം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ എന്തായാലും നല്ല നല്ല കളക്ഷൻസ് ആണ് കേട്ടോ കുർത്തീസിലൊക്കെ വരുന്നത്. എല്ലാ മോഡലും ഉണ്ട് അല്ലേ ഇവിടെ? നമുക്ക് ഫാബ്രിക്സ്, പാറ്റേൺ എല്ലാം വ്യത്യാസമാണ്. എല്ലാ സംഭവം നമ്മൾ എടുക്കുമ്പോ തന്നെ സെറ്റ് വൈസ് എടുക്കണം. സെറ്റ് ആയിട്ട് ഓരോ പീസായിട്ട് കിട്ടില്ല, ഒരു പീസായിട്ട്. പിന്നെ നമുക്ക് കോംബോ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കളർ ഡിഫറൻസ് ഉണ്ട്. കോംബോയിൽ നമുക്ക് സൈസസ് അവൈലബിൾ, ML, XL അങ്ങനെ. ഒരേ സൈസ് ഉള്ളതാണെങ്കിൽ അങ്ങനെയുണ്ട്. ഒരേ സൈസ് ഉള്ളതാണ്. അതിൽ കളർ ഡിഫറൻസ് ഉണ്ട്. നമ്മളൊരു ബിസിനസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. ദാദാ ഇതുപോലത്തെ ഒരു സെറ്റ് കേട്ടോ. ഇതിൽ ഈ ഒരു സെറ്റിൽ 5 എണ്ണം വരുന്നുണ്ട്. ഇതുപോലത്തെ ഒരു സെറ്റ് ഒന്ന് പർച്ചേസ് ചെയ്യണം. ഓരോ സെറ്റായിട്ട് കിട്ടൂല, പിന്നെ പറഞ്ഞിട്ട് ഓരോ പീസായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഒരു കുർത്തീൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുക? നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്. പിന്നെ വീഡിയോ കോളിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. വീഡിയോ കോൾ ചെയ്ത് നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. എടുത്ത് കാണിച്ചു തരാൻ പറ്റാത്ത അത്ര കളക്ഷൻസ് ഇവിടെ ഉണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലത്തെ നല്ല നല്ല ഭംഗിയുള്ള കോഡ് സെറ്റ് ഒക്കെ കണ്ടില്ല കേട്ടോ. ഇതുപോലത്തെ വേറെ വേറെ മോഡലുകളാണ് ഇവിടെ ഉള്ളത്. ഇതാ ഇതിന്റെ ഒക്കെ റേറ്റിങ്ങൾ കേട്ടാലേ എന്ന് കിട്ടും. നമുക്ക് നാട്ടിൽ ഒരു ഡ്രസ്സ് വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ ഇതാ ഇത്രയും ഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ആകെപ്പാടുള്ളൊരു ടെൻഷൻ എന്ന് പറയാനായിട്ട് എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ റബ്ബ് ഹിന്ദി ആണല്ലോ പറയാനുള്ളതെന്നുള്ള ടെൻഷനിലാണ്. ഇപ്പോൾ ഒരു കേരളത്തിൽ നിന്ന് ആൾക്കാർ നോക്കുകയാണെങ്കിലും ആ ഒരു ടെൻഷനേ കാര്യം. ഇപ്പോൾ ഇവിടെ വന്നാൽ ഹിന്ദി പറയേണ്ടി വരുമോ, എങ്ങനെയാണല്ലേ അവരോടുള്ള ലാംഗ്വേജ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തൊക്കെയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ? നമുക്ക് ലാംഗ്വേജിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. തീരുമാനം എവിടെ നിന്നാലും വന്നോട്ടെ നമുക്ക് അതാത് ലാംഗ്വേജിലുള്ള സെയിൽസ് പേഴ്സണെ കിട്ടും. ഇപ്പം കേരളത്തിൽ നിന്ന് വരുമ്പോഴത്തേന് ഇത് മലയാളി കിട്ടും. അവരായിരിക്കും പിന്നെ നമ്മളെ ഫുൾ ആയിട്ട് ഗൈഡ് ചെയ്യാം അല്ലേ? ഏതൊക്കെ കേരള സൈഡിൽ ഏത് തരം പ്രോഡക്റ്റ് വെക്കണം എന്നൊക്കെ അവർ കംപ്ലീറ്റ് പറഞ്ഞുതരും. പിന്നെ നമ്മുടെ ഫെസിലിറ്റീസ് ചോദിച്ചാൽ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വീഡിയോ കോളിംഗ് അവൈലബിൾ ആണ്. വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ്. പിന്നെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, നമ്മൾ കസ്റ്റമേഴ്സ് റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ അവരെ സേഫ് ആയിട്ടുള്ള പർച്ചേസിങ്ങിനായിട്ട് നമ്മുടെ വണ്ടി തന്നെ അവരെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയാ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, ഒരു ബിസിനസ് തുടങ്ങേണ്ട എല്ലാ കാര്യങ്ങളും ഇതാ ഇവര് സെറ്റാക്കി തരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാ ഗൈസ്, നമ്മൾ അജ്മീറ ഫാഷൻ്റെ ഏകദേശം രൂപങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് സത്യമായിട്ടും തോന്നിയൊരു കാര്യം പറയട്ടെ, നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ലേഡീസിന് കേട്ടോ, ലേഡീസ് അല്ലെങ്കിൽ ബോയ്സ് ആയാലും കുഴപ്പമൊന്നുമില്ല, അവർക്കൊക്കെ നല്ലൊരു ബെസ്റ്റ് ചോയ്സ് ആയിക്കാരം അജ്മീറ ഫാഷൻ. കാരണം അത്രയും ലോ പ്രൈസിലാണ് അവർ ഡ്രസ്സൊക്കെ ഇവിടുന്ന് കൊടുക്കുന്നത് കേട്ടോ. ഞാനൊന്ന് അത്ഭുതപ്പെട്ടു. അത്രയും നല്ല കളക്ഷനൊക്കെ അത്രയും ചെറിയ ചെറിയ എമൗണ്ടിലാണ് ഇവർ ഇവിടുന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ്, എന്തായാലും ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അജ്മീറ ഫാഷൻ. അപ്പോൾ എന്തായാലും ഗൈസ്, ഞാൻ പറഞ്ഞു വന്ന മാതിരി എന്തായാലും സൂപ്പർ സ്ഥലമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
അപ്പം എന്തായാലും നമ്മളെ കൂടെ വന്ന വേറെ ആൾക്കാരുണ്ട്. ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മാനി ഓരൊക്കെ മറന്നുപോയി. ഓരൊക്കെ അവിടെ വെറുതെ ഇരിക്കാണ്ടോ. ബാബു ഉണ്ട്. ബാബു വീഡിയോ എടുത്ത് കഴിക്കണം ഗൈസ്. ഞാൻ കാണിച്ചുതരാം. ഇമ്മല്ലേ, ഇമ്മ ഇതൊക്കെ പാടി കണ്ടിട്ട് ആകെ അന്ത വിട്ടിരിക്കാണ് കേട്ടോ. എന്താണ് എങ്ങനെയുണ്ടായിരുന്നു അജ്മീറ ഫാഷൻ? എന്താ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മളെ നാട്ടിലൊക്കെ ഒരു കല്യാണ ഡ്രസ്സ് എടുക്കണമെങ്കിൽ 35,000, 30,000, 50,000 ഒക്കെയാണ്. ആ സാധനമാണ് ഇവിടെ 1500 സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ത് ഭംഗിയുള്ള അവിടെ നമ്മളവിടെ ഈ 15,000, 20,000 ഒക്കെ കൊടുത്ത് വാങ്ങുന്ന സാധനമാണ് ഇവിടെ 1500 കിട്ടുന്നത്. അത്രയും അന്തം വിട്ടിരിക്കണത്. ഇവിടെ നല്ല നല്ല കളക്ഷൻസ് അത്രയും കുറഞ്ഞ വിലയിൽ. ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയാം, ഞാൻ ഓരോ വീഡിയോ എടുക്കുമ്പോൾ ഉമ്മാൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കട്ടെ, ഉമ്മക്ക് വയ്യാതെ റബ്ബ എന്നെ അങ്ങനെ ഞങ്ങളെ കാത്തുനിന്ന് ഉമ്മക്ക് വയ്യാതെ റബ്ബ എന്നിങ്ങനെ വിചാരിക്കൂട്ടാ. ഇമ്മാൻ്റെ അടുത്ത് പോയി നോക്കി ഇമ്മങ്ങൾ ക്ഷീണിച്ചാ. അല്ല, ഞാൻ ഇവിടുത്തെ ഡ്രസ്സിൻ്റെ വില കേട്ടുകാണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണം. പാവപ്പെട്ടവർക്കൊക്കെ വന്നിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഒരു ഡ്രസ്സ് വാങ്ങണത് ഇവിടുന്ന് ഒരു കെട്ടി ഡ്രസ്സ് കൊണ്ടുപോവാം. അത്രക്ക് വില കുറഞ്ഞു ഇമ്മ പൊളി ഡ്രസ്സുകൾ. അപ്പൊ എന്തായാലും ഗൈസ് ഞങ്ങൾ ഇനിയിപ്പോ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബാബു ഉണ്ട്. ബാബു എന്ന് വന്നാൽ അത്രയും നേരമായിട്ട് സ്ക്രീനിലില്ല ആള്. നമ്മളുണ്ടായിരുന്നു നമ്മള് സ്ക്രീനിന്റെ പുറകിലായിരുന്നു, കാരണം വീഡിയോ എടുക്കലായിരുന്നു. അപ്പൊ ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസിനായിട്ട് അജ്മീറ ഫാഷൻ ഏറെ ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ടല്ലേ. ഞാൻ കരുതി നമ്മളിപ്പോ നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ലല്ലോ, സുഹൃത്തുക്കൾ വന്നപ്പോ ഈ ഏരിയത്തെ മോഡലും കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു രക്ഷയില്ല, നമ്മുടെ നാട്ടിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ശരിക്കില്ല, നമ്മുടെ ഒരു നാട്ടിലേക്ക് ഒരു കല്യാണം വന്നല്ലേ, അപ്പൊ ഒരു കുടുംബസമേതത്തിലേക്ക് പോന്നാൽ മതി. കാരണം പറഞ്ഞാല് കോഡ് സെറ്റ് സെറ്റ് അതേമാതിരി കളർ എല്ലാവർക്കും എത്ര 26 റുപ്യൊക്കെ സ്റ്റാർട്ടിങ്. ഏതായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അപ്പൊ ഏതായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇമ്മക്ക് പോവാൻ പൂതില്ല എൻ്റെ അമ്മക്ക്. ഞങ്ങൾ എന്തായാലും ഇൻഷാല്ലാ അടുത്ത കൊല്ലം ഞങ്ങൾ എന്തായാലും ഒരു കട സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാനും എൻ്റെ മക്കളും. ഉമ്മക്ക് എന്തായാലും ഇപ്പൊ തന്നെ തുടങ്ങണം എന്നാണ് കേട്ടോ. നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേക്ക് ഇത് സപ്പോർട്ട് ചെയ്യാ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും നല്ല ഹെൽപ്പായി തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണാം.